ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നല്ല പഴുത്ത പഴവും വെച്ചിട്ട്, പഴത്തിൻ്റെ തൊലിയെല്ലാം കറുപ്പായ പഴം വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ നമുക്ക്. അതിനായിട്ട് ഒരു പാൻ വെച്ചു. അത് ചൂടായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യൊന്ന് നല്ലതുപോലെ ചൂടാകുമ്പോൾ നല്ലപോലെ ഇത് എത്രയും നിലക്കടല ഒന്ന് വറുത്തെടുക്കാം കേട്ടോ നെയ്യിൽ. പഴം കറുത്ത് പോയ പഴമാണ്, നമുക്ക് കഴിക്കാനും പറ്റില്ല, അങ്ങനെയൊക്കെ വേണ്ടിയിട്ടുണ്ടാവൂലേ. ആ പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കണം കേട്ടോ. നല്ലതുപോലെ പഴുത്ത പഴം കൊണ്ടാണ്. അപ്പോൾ 3 പഴം മുറിച്ചതാട്ടോ ഇത്. അതിഞ്ഞൊന്ന് ആ നെയ്യിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. അത്യാവശ്യം വലുപ്പമുള്ള 3 പഴം എടുത്തുക്കണത്. അതിന് ചെറുതായി നുറുക്കിയതാണ്. അത് നല്ലതുപോലെ നെയ്യിലിട്ടിട്ട് വാട്ടിയെടുക്കണം. പിന്നെ തീയൊന്നും ഒരുപാട് കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തീ കൂട്ടിയിട്ട് തന്നെ ഇരുന്നോട്ടെ. അതിൽ തന്നെ ഇട്ടിട്ട് കൈ വിടാതെ ഒന്ന് ഇളക്കി ഒന്ന് ചെറിയൊരു ബ്രൗൺ കളർ ആകണ വരെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം ഇങ്ങോട്ട് ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പഴം ഇങ്ങനെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറൊക്കെ വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് റവ, ഒരു 1/4 കപ്പ് എടുത്തേക്കണം കേട്ടോ. അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇളക്കാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ ചെറുതായി ഒന്ന് കരി പിടിക്കേ. റവ അതേപോലെ തന്നെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ പഴുത്ത പഴമായതുകൊണ്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ചും കൂടി മുന്തി നിൽക്കണമെങ്കിൽ ഒരു കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര നല്ലതുപോലെ അതിൽ യോജിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അതങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തി മാവൊക്കെ കുഴച്ച ആ പരുവുണ്ടല്ലോ, അതാകണ വരെ ഒന്ന് മിക്സ് ചെയ്തിട്ടേ എടുക്കണം കേട്ടോ. ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ തന്നെ അതേപോലെ ആവും. അപ്പത്തിന് നമുക്ക് ഇടയിൽ നമുക്ക് നിലക്കടല വറുത്തതുണ്ടല്ലോ, അത് കൂടി ഇട്ട് കൊടുക്കാം. നിലക്കടല വേണമെങ്കിൽ കുറച്ച് കൂടുതൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പ് ആണ് ഇഷ്ടം ഇട്ട് കൊടുക്കാനെന്ന് വെച്ചാൽ ഇതും അതേപോലെ ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ നമ്മുടെ പഴം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഉടഞ്ഞ് ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ തുടങ്ങാം. നല്ലതുപോലെ ചൂടാറട്ടെ, അല്ലെങ്കിൽ കൈ നല്ലതുപോലെ പൊള്ളാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടാറിയൊക്കെ റെഡിയായി വന്നപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ കുറച്ച് പഴം എടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒരു ഉരുളാക്കി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ചെറിയ ഉരുള വേണമെങ്കിൽ ചെറിയ ഉരുള ആക്കാം. ഇപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മുടെ അരിയുണ്ടൻ്റെയൊക്കെ വലിപ്പത്തിലുള്ള ഉരുള ആക്കിയിട്ട് എടുത്തേക്കണത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് പഞ്ചസാരൻ്റെ പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചീകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്തിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ടെടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ശർക്കരയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഉരുളകളൊക്കെ അങ്ങോട്ട് ആക്കി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉരുട്ടി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളത് ചട്ടി വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിൻ്റെ ബദൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയാലും ഒഴിച്ചു കൊടുക്കാം. എന്താണ് ഇനി കുഴിയപ്പ ചട്ടിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് നമ്മൾ ആ കുഴിയിലേക്ക് കുറച്ച് നെയ്യ് തൂവിയിട്ട് ഈ ഉരുളകൾ ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ പാൻ എടുത്തേക്കണത് ഇതിലാകുമ്പോൾ കുറച്ച് കൂടുതൽ കൊള്ളുമല്ലോ, അങ്ങനെ ഒരു വിശ്വാസത്തോടെ ഞാനിങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ.
അങ്ങോട്ടും ഇങ്ങോട്ടും മെല്ലെ മെല്ലെ മറിച്ചിടാൻ നോക്കുക. ഒരുപാട് സ്പീഡ് കൂടി വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പണി താളം തെറ്റും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ ഏകദേശം ഈ ഉരുള ഒത്തിരി ചൂടാകുമ്പോൾ നമുക്ക് എന്താ ചെയ്യാം, സ്റ്റൗവിൻ്റെ തീ ഒന്ന് കുറച്ച് വെക്കാം, അല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങോട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാട്ടോ. അങ്ങനെ നമ്മുടെ ഉരുളകളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ തട്ടി തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ മറിച്ച് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മുടെ പഴം വെന്തിട്ടുണ്ട്, ഉരുള വെന്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ആർക്കും വേണ്ടാത്ത പഴുത്ത പഴമൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ കുട്ടികളൊക്കെ വേഗം തന്നെ തിന്നോളും. ചിലവർക്ക് നല്ല പഴുത്ത പഴമൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനത്തെവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത ട്രിപ്പും കൂടി ഇതേപോലെ അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, നല്ല കാണാനും നല്ല മുഞ്ചാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റും കൂടിയാണ്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇനി കാണും വരയ്ക്കും ടാറ്റാ.